ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സീഡിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 3 ടൈപ്പ് സീഡിൻ്റെതാണ് വന്നിരിക്കുന്നത്. പെറ്റൂണിയയുടെ 2 എണ്ണവും അതുപോലെ തന്നെ വിങ്കയുടെ ഓറഞ്ച്, അത് 3 കേട്ടോ നമ്മൾ ആദ്യമേ പിക്ചർ കാണിച്ചത്. അപ്പോൾ ഇതാ സീഡിൻ്റെ ജെർമിനേഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രേയുടെ ഒരു 3 ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ട് മണ്ണ് നിറച്ചെടുത്തിട്ട് നമുക്ക് സീഡൊക്കെ പാകി നോക്കാം അല്ലേ. അപ്പോൾ അതെ ഫസ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ പെറ്റൂണിയുടെ. ഇത് മിക്സഡ് ആണ്. ഇതിനകത്ത് എല്ലാ ടൈപ്പും ഉണ്ടെന്നാണ് അവരതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് 1000 സീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയാണ് കേട്ടോ വരുന്നത്. ഇത് വിങ്കയുടെ സീഡാണ്. വിങ്ക ഓറഞ്ചാണ് കേട്ടോ, XP ഓറഞ്ചാണ്. അപ്പോൾ അതിൻ്റെ സീഡുണ്ട്. അതെല്ലാം അത്യാവശ്യം നല്ല തീരെ പൊടിപൊടിയായിട്ടുള്ള സീഡൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം ഇത്തിരി വലുപ്പമുള്ള സീഡൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. യെല്ലോ പെറ്റൂണിയയും അതുപോലെ തന്നെ വിങ്കയും പാനമേരിക്കനാണ്. നമ്മുടെ മിക്സ്ഡ് പെറ്റൂണിയ വേറൊരു ഇതാണ് കേട്ടോ. എല്ലാം നല്ല ജെർമിനേഷൻ ഉള്ള സീഡ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതെടുത്തേക്കുന്ന സാധാ മണ്ണാണ്. മണ്ണിലേക്ക് ഇതേ പെറ്റൂണിയ വിങ്കയും ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി അതുപോലെ വിങ്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് യെല്ലോ പെറ്റൂണിയാണ് കേട്ടോ. യെല്ലോ പെറ്റൂണിയും നമ്മുടെ പാനമേരിക്കൻ്റെ സീഡാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണ് നനച്ചിട്ടില്ല കേട്ടോ, സാധാ ഡ്രൈ ആയിട്ടുള്ള മണ്ണിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഞാൻ ചകിരിച്ചോറിലും പാകി നോക്കി കേട്ടോ. ചകിരിച്ചോറിൽ നമുക്ക് നല്ല ജെർമിനേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചകിരിച്ചോറിലൊന്നും ആയിരിക്കില്ലല്ലോ പാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മണ്ണിലും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മണ്ണിട്ട് വിത്ത് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും വെള്ളമാണ് ഇതിനിപ്പോൾ കൊടുക്കുന്നത്. ഭയങ്കര ഉണങ്ങിയ മണ്ണല്ല കേട്ടോ, എങ്കിലും അത്യാവശ്യം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് ഇറക്കി ഒരു ഉണങ്ങി കിട്ടുന്ന മണ്ണില്ലേ, അതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇത് കൂട്ടൊരു ഷീറ്റില്ലേ, ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ലൈറ്റൊക്കെ വെച്ച് വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ, സ്റ്റാൻഡിൽ വെച്ചിട്ട്. അപ്പോഴത്തേക്ക് ആശാനത് കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെ നിങ്ങളുടെ കയ്യിൽ വേണമെന്നില്ല. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ ഒരു കവറോ കട്ട് ചെയ്ത് എടുത്താലും മതി. പിന്നെ ഉറുമ്പിൻ്റെ ശല്യമുള്ളൊരു ഉറുമ്പ് പൊടി ഇടുന്നത് നല്ലതായിരിക്കും. ഒച്ച കൊണ്ടുപോകാതെ നോക്കണം. ഞാൻ ചകിരിച്ചോറി പാകിയത് ഭയങ്കര ജെർമിനേഷനായിരുന്നു കേട്ടോ. നല്ല ഇത് പറയട്ടെ, എൻ്റെ പെറ്റൂണിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ഒച്ച കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് 3-ാം ദിവസത്തെ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ പെറ്റൂണിയൊക്കെ പയ്യെ പൊടിച്ച് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പേപ്പറിൽ അത് പിറ്റേ ദിവസം നമ്മളിത് എടുത്ത് മാറ്റും, എടുത്തിട്ട് തിരിച്ച് പൊതിയും. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കെട്ടി നിൽക്കുന്ന ആ വെള്ളമില്ലേ, വെള്ളം നമ്മൾ കളഞ്ഞിട്ട് പിന്നെ ഒരു ആവിച്ച് ഈർപ്പം കിട്ടില്ലേ, ആ വെള്ളവും കളയും കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് വെച്ചിട്ട് ഒന്നുകൂടെ പൊതിയും. അപ്പോൾ വെള്ളം അതിൻ്റെ പുറത്തും വരും, അകവശം ഡ്രൈ ആയിട്ട് വരുന്ന ഷീറ്റിൻ്റെ സൈഡും വരും കേട്ടോ. അപ്പോൾ ഇത്രയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതെടുത്ത് റൂമിൻ്റെ അകത്ത് വയ്ക്കുകയാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് ജെർമിനേഷൻ പാകാൻ നോക്കിയതുവരെയെല്ലാം എൻ്റെ ഒച്ച കൊണ്ടുപോയതുകൊണ്ട് ഇതെടുത്ത് റൂമിൻ്റെ അകത്തേക്ക് ഇനി വെക്കുകയാണ് കേട്ടോ. ഇത് 3-ാം ദിവസത്തെ റിസൾട്ടാണ്. അപ്പോൾ ബെഡ്റൂമിൻ്റെ അകത്ത് ജനലിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. ചക്കര ഇവിടെ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ നമ്മളിതെടുത്ത് വെച്ചേക്കുവാണ്. ഇനി ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, 4-ാം ദിവസത്തെയാണ്. അപ്പം നമ്മൾ കണ്ട പെറ്റൂണിയുടെയൊക്കെ എല്ലാം കുറുമുളക് കൊണ്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം തെറ്റില്ലാത്ത ജെർമിനേഷൻ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും 80% കൂടുതൽ ജെർമിനേഷനാണ് വരുന്നത്. ഫുൾ ജെർമിനേഷൻ അല്ല ഞാൻ പറയുന്നത്, 80% കൂടുതലാണ് കേട്ടോ. 1000 വിത്തിൽ നിന്ന് ഞാൻ ഇത്രയും നമ്പർ വിത്തുകൾ മാത്രമാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചകിരിച്ചോറിലിട്ടപ്പോൾ ഇതിൽ നല്ല ജെർമിനേഷൻ കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നു. നമുക്കൊരു 90% ജെർമിനേഷൻ ഉണ്ടെന്ന് അത് പറയാമായിരുന്നു കേട്ടോ. വിങ്കയ്ക്ക് 7 വിത്തിട്ടിട്ട് 7 വിത്തും എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ എൻ്റെ ഒച്ച നല്ലവന്മാരായതുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം പെറ്റൂണിയ എല്ലാം 50 സീഡാണ് കേട്ടോ വരുന്നത്. പെറ്റൂണിയ മിക്സിന് 50 രൂപയാണ്. ബാക്കി വിങ്കയ്ക്കും യെല്ലോ പെറ്റൂണിയയ്ക്കും 70 രൂപയാണ് വരുന്നത് കേട്ടോ. എല്ലാം 50 സീഡ് വെച്ചാണ്. അപ്പോൾ 50 സീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കരുത്, ഇത്രയാണ് കേട്ടോ നമുക്കൊരു 50 സീഡ് വരുള്ളൂ.
ഇന്നും നാളെയൊക്കെ ആയിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ തിങ്കളാഴ്ച തന്നെ സീഡുകൾ അയക്കുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് സീഡ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. യെല്ലോ പെറ്റൂണിയുടെ ഒരു 9 പേർക്ക് തരാനും കൂടെ ഇനിയുള്ളൂ. വിങ്ക ഒരു 13 പേർക്ക് കാണും. അതുപോലെ തന്നെ പെറ്റൂണിയ മിക്സ്ഡ് അതൊരു 11 പേർക്ക്. അത്രയാണ് കേട്ടോ നിലവിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ടുള്ളൂ. വിങ്ക ഹാങ്ങിങ് അല്ല, ഗ്രൗണ്ട് വിങ്കയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സീഡ് അത്യാവശ്യം നമുക്ക് ഒരു 80% ആണ് ജെർമിനേഷൻ ഞാൻ പറയുള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും ഞാൻ നിങ്ങളോട് ഉറപ്പൊന്നും പറയുകയില്ല. പിന്നെ നമ്മൾ സീഡ് പാകുന്ന രീതിയും കാലാവസ്ഥ അനുസരിച്ച് ഉറപ്പായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും സീഡ് പാകുമ്പോൾ ഒരു 8-10 സീഡൊക്കെ ആയിട്ട് മാത്രം പാകുക കേട്ടോ. പെറ്റൂണിയ മിക്സിൽ വരുമ്പോൾ അവരെല്ലാ കളറുമാണ് നമ്മൾക്ക് പറയുന്നത്. അപ്പോൾ അതിൽ എത്രമാത്രം ഓരോ കളറിൻ്റെ സീഡ് കാണുമെന്ന് നമുക്കറിയില്ല കേട്ടോ. നമുക്ക് അത്രയും ഇതിൻ്റെ 1000 സീഡല്ലേ തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു 50 സീഡ് എടുക്കുമ്പോൾ അപ്പോൾ അതിലെത്ര എണ്ണം കാണും എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് കഴിയില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. പോസ്റ്റൽ ചാർജ് 30 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയ ഏതെങ്കിലും വെറൈറ്റി സീഡുകൾ വരുവാണെങ്കിൽ അതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുറച്ച് സീഡുകൾ തീർന്നു പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. പോട്ടി മിക്സ് നിങ്ങൾ പാകി വിജയിച്ചിട്ടുള്ള രീതി ഏതാണോ അത് തന്നെ നിങ്ങൾക്ക് തുടരാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. സീഡിൻ്റെ റേറ്റ് വരുന്നത് മിക്സ്ഡ് പെറ്റൂണിയയ്ക്ക് 50 സീഡ് 50 രൂപയും വിങ്കയ്ക്കും യെല്ലോ പെറ്റൂണിയും 70 രൂപയാണ്. 50 സീഡ് വെച്ചാണ് ഉണ്ടാകുന്നത്.